വിധി മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം. വിധി പഠിക്കാതെയാണ് പ്രതിപക്ഷം രംഗത്ത് വന്നതെന്നും കോടതിയലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും ചെയർമാൻ. താൽക്കാലിക കരാർ നിയമനങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഉദ്ധരിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ മാധ്യമ പ്രചാരണങ്ങൾ കോടതിയലക്ഷ്യവും വസ്തുതാ വിരുദ്ധവുമാണ്. ഹർജിക്കാരനായ നിസാർ MP പ്രത്യക്ഷമായ താൽപര്യമില്ലാത്ത ഒരാളാണ്. ഹർജിക്കാരന് ഹൈക്കോടതിയോട് ചോദിച്ച ഏക നിവൃത്തി എന്നത് വിജിലൻസിന് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണം എന്നുള്ളത് മാത്രമാണ്. ഹൈക്കോടതിയുടെ വിധിയിൽ മുനിസിപ്പാലിറ്റിയെയോ അതിന്റെ സെക്രട്ടറിയെ കുറിച്ച് എതിരെ വിധി പറയുകയോ ചെയ്തിട്ടില്ല. താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച് പരാതിക്കാരന് യാതൊരു കഷ്ടനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഹർജിക്കാരന് മുറവിളി ഉയർത്താനുള്ള അധികാരവുമില്ല. ഹർജിക്കാരന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. വിജിലൻസ് വിഭാഗം നൽകിയ ശുപാർശകൾ 5ാം പ്രതിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നടപ്പാക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള നിയമനങ്ങൾ എന്ന നിലയിൽ അനധികൃതമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന്റെ വാർത്താ സമ്മേളനവും മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരിച്ച പ്രചാരണങ്ങളും നഗരസഭയെ അപകീർത്തിപ്പെടുത്തുന്നതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമുള്ളതാണ്. ഹൈക്കോടതിയുടെ വിശകലനം ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തെറ്റായ പ്രസ്താവന നടത്തുകയാണ് മുസ്ലിം നേതാക്കൾ ചെയ്തിട്ടുള്ളത്. WPC നമ്പർ 6430/2020 കേസിൽ വിജിലൻസ് കേസിലെ വിധി തീർപ്പാക്കുന്നതിനാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരിഹാരമാണ് നിസാർ കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ച് തീർപ്പാക്കുന്നതിനും തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് നടപ്പാക്കുന്നതിനുമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. താൽക്കാലിക നിയമനങ്ങൾ റദ്ദു ചെയ്യുന്നതിനോ സെക്രട്ടറിയുടെ പേരിൽ ബാധ്യത ചുമത്തുന്നതിനോ ഹൈക്കോടതിയുടെ വിധി പ്രസ്താവനയിൽ പരാമർശമുണ്ടായിട്ടില്ല. തെറ്റായ ആരോപണങ്ങളും മാധ്യമപ്രചാരം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിൽ നഗരസഭയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശകാരം എന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ 2017 കാലത്തെ ഭരണസമിതി, കഴിഞ്ഞ ഭരണസമിതി, LDF ഭരണസമിതി, ആ ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ കരാർ നിയമനങ്ങളെ സംബന്ധിച്ച് വിജിലൻസിന് പരാതി കൊടുത്ത അന്നത്തെ കൗൺസിലറായിട്ടുള്ള ഓപ്പോസിഷൻ ലീഡറായിരുന്നു ശ്രീ MP നിസാർ. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അന്യായം, വിജിലൻസ് നടപടികൾ ത്വരിതപ്പെടുത്തണം, ഇക്കാര്യത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. നഗരസഭയിൽ നടക്കുന്ന നിയമനങ്ങൾ അത് ചട്ടം പാലിക്കാതെയാണെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസിൽ കൊടുത്തിട്ടുള്ള പരാതി തീർപ്പാക്കുന്നതിൽ അലംഭാവമുണ്ടെന്നും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞുപോയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. കോടതിയുടെ ആവശ്യം ഒന്ന് മാത്രമാണ്, വിജിലൻസ് കൊടുത്തിട്ടുള്ള പരാതി അടിയന്തരമായി തീർപ്പാക്കുകയും ആ തീർപ്പാക്കുന്ന മുറയ്ക്ക് LSTDയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറി തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ കോടതി വിധിയിൽ ഉള്ളത്. ഇതിൽ കോടതി പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 26 പേരെ അനധികൃതമായി നിയമനം നടത്തി എന്ന് പറയുന്ന കക്ഷി അഥവാ നമ്മുടെ MP നിസാർ കോടതിയുടെ പരിഗണന അർഹിക്കുന്ന തരത്തിൽ ഈ 26 പേരെ നിയമിച്ചത് കൊണ്ട് ഈ കക്ഷിക്ക് യാതൊരു കഷ്ടനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഈ കേസും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ആ വിധിയിൽ. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നഗരസഭ നടത്തിയിട്ടുള്ള നിയമനങ്ങൾക്കെതിരെ നഗരസഭയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ലീഗിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അത് ശരിക്കും കോടതി വിധി ലംഘിക്കുന്ന തരത്തിൽ അഥവാ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. എന്തായാലും നഗരസഭയുടെ സൽപ്പേര് ഇകഴ്ത്തി കാണിക്കുന്നതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയ പത്രസമ്മേളനത്തിനെതിരെ യഥാർത്ഥത്തിൽ ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള നിലയ്ക്ക് കോടതി സമീപിക്കാനായിട്ടാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്.
ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.